Hello everyone, welcome to our channel. Today our topic is how to start your conversation in different setting during your speaking subtest. OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് സെറ്റിങ്ങിലുള്ള റോൾ പ്ലേ കാർഡുകളാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സെറ്റിങ്ങിലുള്ള കാർഡ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേഷ്യൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഹൗ ടു സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻ വിത്ത് യുവർ റെസ്പെക്റ്റീവ് പേഷ്യൻറ്റ്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് ദ എക്സാക്ട് ടോപ്പിക്, സം ജനറൽ പോയിൻറ്റ്സ്. ഹൗ we will determine the need of introduction or start with a conversation. നമ്മൾക്ക് നമ്മുടെ പേഷ്യൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് നമുക്ക് കോൺവെർസേറ്റ് ചെയ്ത് തുടങ്ങാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺ ദി ബേസിസ് ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഗിവൻ ഓൺ യുവർ റോൾ പ്ലേ കാർഡ്, റൈറ്റ്? നമ്മുടെ കാർഡിൽ തന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് എങ്ങനെ നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്, റൈറ്റ്? ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പേഷ്യൻറ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു റോൾ പ്ലേ കാർഡിൽ കിട്ടുക? ഫസ്റ്റ്, നമ്മുടെ റോൾ എന്താണ് അല്ലേ? സെക്കൻഡ് വൺ, നമ്മൾ പേഷ്യൻറ്റിനോട് കൺവേഴ്സേഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം എന്താണ്? ആ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ആ ടൈം അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ ആ ഒരു ടൈം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റോള് കിട്ടി, ടൈം ഓഫ് കോൺവെർസേഷൻ കിട്ടി, അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഷ്യൻറ്റ്. സോ ആ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഷ്യൻ്റ് എന്ന ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുള്ള ടാസ്ക് അല്ലേ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്. സോ അവിടെ ഈ 3 കാര്യമാണ് നമ്മൾ എപ്പോഴും ഒരു റോൾ പ്ലേ കാർഡിൽ കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ റോൾ പ്ലേ നന്നായിട്ട് പെർഫോം ചെയ്യാനോ നമ്മൾ ബേസ് ചെയ്തിരിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിൽ ഈ 3 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Okay, so let's start with our topic, how to start conversation in different setting. So today I will deal with three settings. Okay, first one is you are meeting your patient at first time, it is non-urgent. The second is you're meeting your patient in an emergency situation. Third one, you're starting your conversation after your patient's examination. Okay, so ഈ 3 ഒരു സെറ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് അബൌട്ട് you're meeting your patient at first time, it's a non-urgent. Okay, ഒരു non-urgent കേസാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല. ബട്ട് നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ കാണുന്നതും സംസാരിക്കുന്നതും ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. സോ ഇതാണ് നമ്മുടെ റോൾ പ്ലേ കാർഡിലെ തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. സോ ഹൗ യു വിൽ സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻ ഹിയർ. സോ ദിസ് ഈസ് നോൺ അർജൻറ്റ്, റൈറ്റ്? സോ നോൺ അർജൻറ്റ് ആകുമ്പോൾ നമുക്കവിടെ ഒരു പ്യുവർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അല്ലേ, നമുക്ക് കൊടുക്കാം. സോ അതോടൊപ്പം തന്നെ ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഹിയർ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാർഡിലുള്ള ഒരു പേഷ്യൻ്റെ പേരോ ഒന്നും അറിയാതെ നിങ്ങൾ ഒരിക്കലും ഒരു പേഷ്യൻ്റ് അടുത്തേക്ക് പോകില്ല അല്ലേ. നമുക്കൊരു എൻഡോഴ്സ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതും കാണുന്നതും ഫസ്റ്റ് ടൈമാണ്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ, റൈറ്റ്? സോ വെൻ യു enter your patient side or patient room, how to introduce? Hello, good morning. I am Tania, the nurse here today, and I am assigned for your care today. Am I talking to Mr. George? So patient പറയും yes, is that right? എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? Can you state your full name? ഓക്കെ, സോ പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പറയും. അപ്പോൾ ഈ ഒരു ഫുൾ നെയിം ചോദിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി പേഷ്യൻ്റ് ഈ ഒരു റൂമിൽ കിടക്കുന്ന പേഷ്യൻ്റ് ഇതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. ബട്ട് സ്റ്റിൽ യുവർ റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് ഔട്ട് യുവർ കറക്റ്റ് പേഷ്യൻ്റ്, റൈറ്റ്? സോ ഫോർ ദാറ്റ് you must ask, can you restate your name or can you state your full name? So ഇത്രയും പറയുമ്പോൾ തന്നെ അവിടെ ഒരു വെൽ ഇൻട്രൊഡക്ഷൻ ആയി അല്ലേ. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ജംപ് ടു ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, ഐ ഹാവ് came to know that you are admitted here for an endoscopy, right? That will be on tomorrow. Okay, so I am here to do some pre-procedure care for you. Okay, എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വൺ, you must focus on your given tasks on your
role play card, right? So this is a way to introduce your patient. You're meeting your patient at first time, and this is a non-urgent time or case. Clear? Okay. So coming to the second situation, that is emergency situation, or you're meeting your patient in an emergency room. What is the importance of emergency room? എങ്ങനെയുള്ള പേഷ്യൻ്റ് എമർജൻസി റൂമിൽ വെച്ച് നമ്മൾ കാണുക അല്ലേ? ബിക്കോസ് അവിടെ ഒരു എമർജൻസി മാനേജ്മെൻറ്റ്, ഒരു ലൈഫ് സേവിങ് മാനേജ്മെൻറ്റ് ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എമർജൻസി റൂമിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരിക അല്ലേ? സോ ആ ഒരു ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മുടെ റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി റൂമിൽ വെച്ചാണ് നിങ്ങൾ പേഷ്യൻറ്റിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ്, ഐ എം മിസൺ ആൻഡ് ഐ എം ദ നേഴ്സ് ഹിയർ. സോ നോ നീഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഹൗ യു will introduce, you can speak directly and quickly to the patient as well as to your patient's relative. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇവിടുത്തെ നേഴ്സാണ്, ഞാനാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. മറിച്ച് ഇവിടെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ടു ഗിവ് എമർജൻസി മാനേജ്മെൻറ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഷ്യൻ്റ് അല്ലേ? സോ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ആസ് എ നേഴ്സ് വി മസ്റ്റ് ഐഡൻറ്റിഫൈ വാട്ട് ഈസ് എമർജൻസി കെയർ നീഡ് ഫോർ അവർ റെസ്പെക്റ്റീവ് പേഷ്യൻറ്റ്. സോ അതിനുവേണ്ടി എന്നിരുന്നാലും നമ്മുടെ പേഷ്യൻറ്റിനോടോ, പേഷ്യൻറ്റ് കോൺഷ്യസ് ആണെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിനോടോ പേഷ്യൻ്റെ റിലേറ്റീവ്സിനോടോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ കെയർ തരാൻ വരുന്ന ഞാൻ ഇവിടെ ആരാണ് എന്നുള്ള ആ ഒരു റോൾ അവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് പറയാം ഐ ആം Miss Tania, or I am Tania. I am the nurse here in this emergency department. So I am now going to give you oxygen because according to assessment you are breathing some problem. So അങ്ങനെ നിങ്ങൾ എന്താണ് ആ പേഷ്യൻ്റ് ഒരു ലൈഫ് സേവിങ് അല്ലെങ്കിൽ ഒരു എമർജൻസി മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടത്, സോ അത് കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫാണ് അല്ലെങ്കിൽ ഒരു നേഴ്സാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ പേഷ്യനുള്ള എമർജൻസി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം the same principle, you look at your tasks, including the number of tasks as well as the functional verbs on your given task. Then you continue with the conversation. So maybe the patient is very critical emergency situation, so you can't talk to your patient clearly, no? So this situation you focus on your patient's relatives. Okay, so in your role play card, here is the importance of your background details portion. So when you're reading, you will get that 3 minutes for your preparation. You go through nicely, you go through like detail orientation, you make understanding with the detail matters from your background details. Then only you can continue with the flow of conversation, right? Okay, this is about the second setting. So the third setting I already mentioned you, that is you will start your conversation, or you need to your role play conversation after your patient's assessment or examination. So more clearly, നിങ്ങളുടെ റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുണ്ട് യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് യുവർ പേഷ്യൻറ്റ്. നിങ്ങൾ ഓൾറെഡി എക്സാം ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിനെ എക്സാം ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണ് നിങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നിന്ന് കിട്ടിക്കഴിഞ്ഞു. സോ ഹൗ ടു സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻ ഇൻ ദിസ് സിറ്റുവേഷൻ? Okay, that is you have just examined your patient. As a nurse, you start your conversation. Okay, complete your task. Okay, this situation, how to introduce your patient? No need of introduction with like this. Introduce, hello, good morning, I am Tania, I am nurse here in this department. Today I am your assigned nurse. അങ്ങനെ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞു എന്ന് അവിടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, ആ ഒരു എക്സാമിനേഷൻ ചെയ്യണമെങ്കിൽ ആ എക്സാമിനേഷന് മുൻപ് നമ്മൾ ഓൾറെഡി പേഷ്യൻറ്റിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ നോ നീഡ് ഓഫ് അഗൈൻ റിപ്പീറ്റേഷൻ വിത്ത് യുവർ introduction. I'm a nurse and my name is this and this. No need of, okay, introduction again. How to start here? You just already examine. Now immediately after examination you must start like this.
Thank you, Mr. George അല്ലെങ്കിൽ John. Thank you, Mr. John, letting me to examine you. So, നിങ്ങളെ എക്സാം ചെയ്യാൻ എന്നെ അനുവദിച്ചതിന് നിങ്ങൾക്ക് താങ്ക് യു. ഓക്കെ, എന്ന രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ടാസ്ക് ഓൺ യുവർ റോൾ പ്ലേ കാർഡ് അതിനനുസരിച്ച് നിങ്ങളുടെ കോൺവെർസേഷൻ ലീഡ് ചെയ്യാം. സോ കോമൺലി നിങ്ങളെ എക്സാമിൻ ചെയ്യാൻ എന്നെ അനുവദിച്ചതിന് താങ്ക് യു. അക്കോർഡിംഗ് ടു മൈ എക്സാമിനേഷൻ, അക്കോർഡിംഗ് ടു മൈ അസസ്മെൻറ്റ് ഓർ അക്കോർഡിംഗ് ടു മൈ ഇവാലുവേഷൻ, ഐ ഹാവ് നോട്ടീസ് ഹിയർ സം ഇലക്ട്രോലൈറ്റ് some increase or decrease. What do you notice? Okay, you start like that. And after that you can inform, please wait for a while, I will call your consulting physician for more evaluation with the result, and we will do for you the appropriate management. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ എക്സാം ചെയ്ത് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹൗ ടു സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻ ഇൻ ഡിഫറെൻറ്റ് സെറ്റിംഗ് ഫോർ യുവർ സ്പീക്കിംഗ് സബ് ടെസ്റ്റ്. റൈറ്റ്, അതിൽ നമ്മൾ ഇന്നൊരു 3 സെറ്റിങ്ങിലുള്ള റോൾ പ്ലേ കാർഡ് അല്ലെങ്കിൽ 3 സിറ്റുവേഷനുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് സം ഇൻഫർമേഷൻ. ഓക്കെ, പ്ലീസ് follow these all informations for your practice also. Okay, so today this much. Thank you for watching my video and see you in another video session.